ആദ്യമായി ധനാഭ്യർത്ഥനയായ പിന്താങ്ങുക. 13 മിനിറ്റ്. ഇപ്പോ വിഷയം സ്പോർട്സ് ഉണ്ട്. വേണ്ട, ഈ ശബ്ദം എങ്ങനെയായിപ്പോയി. സ്പോർട്സ് ഒരു വിഷയമാണ്. അപ്പൊ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാല് നമുക്ക് ഒളിമ്പിക്സ് ഉണ്ട്. ഇന്ത്യക്ക് ഒളിമ്പിക്സിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം പണ്ട് 1-0 ഹോക്കിക്ക് ഒരു സ്വർണം കിട്ടും. പിന്നെ അതും പോയി. ഇപ്പൊ ഷൂട്ടിങ്ങിന് ഒരെണ്ണം കിട്ടിയെന്ന് വരാം. ആകപ്പാടെ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന അതാ. അതിന് തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് പോയിരുന്ന ഏറ്റവും നല്ല പെനാൽറ്റി ഷോർട്ട് കോർണർ വിദഗ്ധൻ പ്രതിപാൽ സിംഗ് ഹി വാസ് ഷോട്ട് ഡെഡ് ബൈ എക്സ്ട്രീമിസ്റ്റുകൾ വെടിവെച്ച് കൊന്നു പ്രതിപാൽ സിംഗിനെ. അല്ല, ഇത് വളരെ സീരിയസ് ആയ പ്രശ്നം. അത് സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ആരും കൈകാര്യം ചെയ്യണില്ലല്ലോ. ഇന്ത്യൻ ഹോക്കി ഇപ്പൊ 5ാം സ്ഥാനത്തങ്ങണ്ട. പക്ഷെ ചക്ക ഇന്ത്യ എന്നങ്ങോട്ട് പറഞ്ഞിട്ടൊരു സിനിമ വന്നിട്ടുണ്ട് ഇപ്പോ. അത് കാണുക. ചക്ക വളരെ നന്ദി. അപ്പോ അത് സ്പോർട്സിലെ ആ ഒരു പ്രശ്നം നമുക്കുണ്ട്. പക്ഷെ നമ്മൾ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ വേണമെങ്കിൽ 2ാം സ്ഥാനത്തോ 3ാം സ്ഥാനത്തോ ഒക്കെ ആയിട്ടുണ്ട്. നമ്മുടെ ടെണ്ടുൽക്കറും രോഹിത് ശർമ്മയും ഒക്കെ കൂടിയിട്ട് വലിയ നേട്ടം. അതിനെ മോശമായിട്ടൊന്നും കാണേണ്ട കാര്യമില്ല. ടെസ്റ്റ് ഓഫ് മൈ ലൈഫ് വായിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. ടെസ്റ്റ് ഓഫ് മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ എക്കാലത്തും പ്രൊഡ്യൂസ് ചെയ്ത 1983 മറ്റോ ലോകകപ്പ് ഇങ്ങോട്ട് കൊണ്ടുവന്ന കപിൽ ദേവിന്റെ ടീമിലുണ്ടായിരുന്ന യുവരാജ് സിംഗ്, യുവി എന്നാണ് വിളിക്കുക. അതിനു മുമ്പ് നമ്മുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ കർണാടകക്കാരൻ ബ്രിജേഷ് പട്ടേൽ ഇംഗ്ലണ്ടിൽ ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ട് അവിടെ ചെന്നിട്ട് ക്രീസിൽ അദ്ദേഹത്തിന്റെ പാൻസ് ഒക്കെ ഊരിപ്പോയി. അപ്പൊ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പ്രതീകം എന്ന് പറഞ്ഞിട്ട് അക്കാലത്തെ ഇംഗ്ലീഷ് മീഡിയം പ്രസ് വിശേഷിപ്പിച്ചത് ഈ ചിത്ര. ഞാൻ സ്പോർട്സിനെ കുറിച്ച് ഇതിലൊരു വിഷയമുണ്ട്, ആൾക്കാരും സംസാരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ക്രിക്കറ്റിനെ കുറിച്ച് ഈ രൂപത്തിൽ പറയാൻ പോയത്. ഫുട്ബോൾ ആണെങ്കിൽ ഇപ്പൊ ഏകദേശം നമ്മളൊരു 135ാമത് സ്ഥാനത്ത് നിന്ന് ഇന്നലെയോ മറ്റോ സന്തോഷകരമായൊരു വാർത്ത കണ്ടു. 100ലേക്ക് എത്തിയിരിക്കുന്നു. 21 കൊല്ലത്തിന് ശേഷം മറ്റോ 100ാമത് സ്ഥാനത്തെത്തി. 130 കോടി ജനങ്ങളുള്ള ഒരു നാട്ടിൽ നിന്ന് ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആകർഷകമായ കളിയുടെ വിശേഷമാണ് ഞാൻ ഈ ഫുട്ബോളിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചത്. ഹോക്കി. നമുക്ക് ചെസ് ഉണ്ടായിരുന്നു, അതാരും പറയാണ്ടിരിക്കണ്ട. ലോകത്തിലെ ബുദ്ധിമാന്മാർ മുഴുവൻ അമേരിക്ക അല്ലെങ്കിൽ യൂറോപ്പ്, പിന്നെ അത്യാവശ്യം സോവിയറ്റ് യൂണിയൻ, തകർന്നെങ്കിലും റഷ്യ, അവിടുന്ന് കാസ്പ്രോവ് തുടങ്ങിയ ആൾക്കാർ മാത്രം സ്വാധീനം ചെലുത്തിയിരുന്ന ഒരു മണ്ഡലത്തിൽ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന വിശ്വനാഥൻ ആനന്ദ് ഏകദേശം 20 വർഷക്കാലം ബുദ്ധിയുടെ അങ്ങനെ പറയാ മസ്തിഷ്ക യുദ്ധം എന്നൊക്കെ, മസ്തിഷ്ക യുദ്ധം ഇപ്പഴ പേര് ഓർമ്മ വന്ന്, മസ്തിഷ്ക യുദ്ധം എന്ന് പറയുന്ന ഈ കളിയിൽ 20 വർഷക്കാലം ആ പട്ടം കൂടി വെച്ചു വിശ്വനാഥൻ ആനന്ദ്. പക്ഷെ സാധാരണ രൂപത്തിൽ ആരും അറിയുന്നില്ല എന്ന് മാത്രം. നമ്മുടെ ഫുട്ബോളിനെ സംബന്ധിച്ച് ഇപ്പൊ കേരളത്തിലേക്ക് വരുമ്പോ എന്താ, കേരളം എന്നും ജനസാന്ദ്രതയുള്ളൊരു സ്ഥലമായതുകൊണ്ട് നമുക്കെന്നും വോളിബോളും ഉണ്ടായിരുന്നു. പഴയ അബ്ദുറഹ്മാൻ തുടങ്ങി, കോഴിക്കോട്ടായിട്ട് ഓർമ്മയുണ്ടാവും. അബ്ദുറഹ്മാൻ, അച്യുതക്കുറുപ്പ് തുടങ്ങി പിന്നീട് ജിമ്മി ജോർജ്, ജോസ് ജോർജ്, അവരുടെ ഒരു യുഗം. പ്രീമിയർ ടയേഴ്സ്, FSCT, AGS ഓഫീസ്, നാമക്കുഴി സ്കൂളിൽ നിന്ന് ആദ്യമായിട്ട് വനിതാ ടീം, ഏലിയമ്മ, ലളിത നൈനാൻ, അതൊക്കെ FSCT ബോർഡില്ല. ഞാൻ അതൊന്നും പേര് വ്യത്യാസത്തെ പറയണ്ടെന്ന് വിചാരിച്ചിട്ടാ. നാമക്കുഴിയിൽ നിന്ന് തന്നെ ആദ്യമായിട്ട് സ്ത്രീകളുടെ ഒരു ടീമൊക്കെ ഉണ്ടാകുന്നത്. ആ വോളിബോൾ ഇപ്പോഴും ഉണ്ട്. അതാണത്. അപ്പോൾ വോളിബോള്, ഫുട്ബോള്, ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഒരു സാംസൺ, ആ പയ്യൻ ഒരാള് നമ്മളെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ടീമിലേക്ക് വന്നിട്ടില്ലെങ്കിലും അതിന്റെ ഇതിലേക്ക് വരുന്നുണ്ട്. സഞ്ജു സാംസൺ ഒരു മറ്റേ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭേദപ്പെട്ട ഒരു കളിക്കാരുടെ റീജിയൻ ഇപ്പൊ ICL, ഇന്ത്യൻ ക്രിക്കറ്റ് ലീഗ്, അത് IPL അല്ല, ഇന്ത്യൻ ക്രിക്കറ്റ് ലീഗ് ഇപ്പൊ നടക്കുന്നുണ്ട്. അത് നമ്മളൊക്കെ കാണുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ചു വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പോർട്സിന്റെ സമസ്ത മണ്ഡലങ്ങളിലേക്കും സശ്രദ്ധം വീക്ഷിക്കാനുള്ള ഒരു വിശാല ഹൃദയത്വം നമുക്കുണ്ടായെങ്കിലാണ് ഇവിടെ നടക്കുന്ന ഈ വർഗീയതയുടെ അപലക്ഷണങ്ങളെ ഒന്ന് ലഘൂകരിക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും വിട്ടുകഴിയുക. സ്കൂളുകളിൽ സ്പോർട്സ് ഉണ്ട്, യൂണിവേഴ്സിറ്റി സ്പോർട്സ്. ഇപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, 4 യൂണിവേഴ്സിറ്റി നമ്മുടെ ഇവിടുന്ന് ഫുട്ബോളിനൊക്കെ തന്നെ എപ്പോഴും കാലിക്കറ്റായാലും വരുമല്ല, കണ്ണൂരായാലും വരുമല്ല, കോഴിക്കോടായാലും വരുമല്ല, ഒക്കെ നമ്മുടെ യൂണിവേഴ്സിറ്റീസ് കിടന്ന് തല്ലുകൊടുന്നു ഇന്റർ യൂണിവേഴ്സിറ്റി മത്സരങ്ങളിലൊക്കെ തന്നെ. അപ്പോൾ സ്പോർട്സിനെ ഇപ്പോൾ ഓരോ പഞ്ചായത്തുകളിലും ഞാൻ ചോദിക്കട്ടെ, ഒരു 400 മീറ്റേഴ്സ് ട്രാക്കുള്ള ഒരു പഞ്ചായത്തിന്റെ പേര് പറഞ്ഞ ഉണ്ടാവില്ല. 200 മീറ്റേഴ്സ് ഉള്ള പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിൽ ഇപ്പൊ പറഞ്ഞ് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്.
ഒരു കൃഷിയില്ലാത്ത തരിശായിട്ട് കിടക്കുന്ന ചില സ്ഥലങ്ങളിൽ വെറുതെ കിടന്നോട്ട് വിചാരിച്ചിട്ട് ഒരു 200 മീറ്റേഴ്സ് ട്രാക്ക് എങ്കിലും ഓരോ പഞ്ചായത്തിലും ഉണ്ടാക്കാതെ സ്പോർട്സിന്റെ മണ്ഡലത്തിൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അനിഷേധ്യമായ സ്ഥാനം നമുക്ക് സൃഷ്ടിക്കാൻ കഴിയില്ല. കളിക്കാൻ സ്ഥലം വേണ്ട. മറ്റ് സ്പോർട്സുകളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളം എപ്പോഴും ഞാനിപ്പോ സ്പോർട്സിനെ കുറിച്ച് ഓരോ കളിയെക്കുറിച്ച് ഇപ്പൊ നമുക്ക് ആകെപ്പാടെ PV സിന്ധു ഉണ്ട്, ഷട്ടിൽ മറ്റേ എന്താ പറയുക ഷട്ടിൽ ബാഡ്മിന്റൺ ഒരു 3-ാം സ്ഥാനത്ത് ആ കുട്ടി നിൽക്കേണ്ടി നമുക്കല്ല, ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ബോൾ ബാഡ്മിന്റൺ ആയാലും കളികളെ കുറിച്ചൊക്കെ ഒരു സവിസ്തര പഠനം നടത്തണമെന്നുള്ള ഒരാഗ്രഹത്തോടുകൂടി പറഞ്ഞു പോയതാണ്. മറ്റൊരു മറ്റേ വിദ്യാഭ്യാസം വരുന്നുണ്ട്. വിദ്യാഭ്യാസം വരുമ്പോൾ എന്നോട് കുട്ടികൾ ചോദിച്ചു, സാറിനെ വിളിക്കുക കോളേജുകളിലൊക്കെ. ചിലപ്പോൾ മാഷൊന്നും വിളിക്കുക, എന്നെ അതുകൊണ്ട് മാഷൊന്നും വിളിച്ചിട്ട് ചോദിച്ചു, സാർ മാഷെ എന്തേ ഞങ്ങൾ പഠിക്കാൻ വരുന്നു? ആയിക്കോ, ഞങ്ങൾക്കല്ലേ പഠിക്കാനുള്ള ആഗ്രഹം? അതെ, ഞങ്ങൾക്ക് പഠിക്കാനുള്ള ആഗ്രഹമായപ്പോ ഏതെല്ലാം വിഷയങ്ങളാണ് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് എന്നത് ഞങ്ങൾക്കെല്ലാം അറിയാം. അതെ, ആ വിഷയങ്ങളിൽ തന്നെ ഏത് ഭാഗത്താണ് കൂടുതൽ വിഷമം എന്നുള്ളത് ഞങ്ങൾക്കെല്ലാം അറിയാം. അതെ, എങ്കിൽ പിന്നെ സാർ കരിക്കുലവും സിലബസും ഞങ്ങളല്ലേ ഉണ്ടാക്കേണ്ടത്? ഞാൻ പറഞ്ഞു, ശരിയാ, അതൊരു സ്വപ്നമൊന്നല്ല. പിണറായി സർക്കാരിനെങ്കിലും പഠിക്കാൻ വരുന്ന കുട്ടികളുടെ ആഗ്രഹത്തിനനുസരിച്ച് കരിക്കുലവും സിലബസും ചിട്ടപ്പെടുത്താൻ കഴിയും എന്ന ശുഭപ്രതീക്ഷ. അല്ലാത്തടത്തോളം കാലം ഞങ്ങളൊക്കെ ചെയ്തിരുന്ന വെച്ചാ പരിശുദ്ധമായ സേക്രഡ് കൗസ്, പരിശുദ്ധമായ പശുക്കളെ, നിങ്ങൾക്ക് ഫോഡർ വേണ്ട, ഇതാ സേക്രഡ് ഫോഡർ, ഇടതുവശത്ത് നിന്ന് അത് കഴിച്ചാലും വരുന്ന കുട്ടികളൊക്കെ പിന്നെ അവര് കേട്ടിരിക്കും, വേറെ നിവൃത്തിയൊന്നുമില്ലല്ലോ. ഇടിമുറികളുണ്ടല്ലോ എപ്പോഴും അല്ലേ, ഒരു രൂപത്തിലല്ലെങ്കിൽ വേറെ രൂപത്തിൽ. എന്താ രസമല്ലേ? കുട്ടികളെ സ്നേഹിക്കണമെന്ന് കേരളീയ സമൂഹത്തിന് തോന്നി തുടങ്ങുന്നത് തിരുവല്ലാമലയിൽ ഒരുത്തന്റെ ദാരുണമായ അന്ത്യമുണ്ടായപ്പോഴാണ്. എന്താ കലക്ക്? ആ സ്കൂളിൽ വിടാ, എന്തേ? അവിടെ പ്രിൻസിപ്പാള് ചോറിലും പിടിച്ചൊന്ന് പുറത്തേക്ക് ഒരു ഇറക്കണ്ട് മാഷെ. അപ്പോ മൂത്രമൊഴിക്കും. പ്രിൻസിപ്പാൾമാരുടെ ജോലി മൂത്രമൊഴിപ്പിക്കലാണ് എന്ന വിഡ്ഢികളുടെ ധാരണയിൽ തന്നെയാണ് കേരളീയ സമൂഹം. എന്നിട്ട് 100% റിസൾട്ട് അന്വേഷിച്ച് നടക്കുക. ഞാൻ അന്വേഷിച്ചപ്പോ തൃശ്ശൂര് ഏതെങ്കിലും ഒരു കുട്ടി തോറ്റ ഒരു സ്കൂളൊന്ന് കാണിച്ചു തന്നെ എനിക്കൊന്ന് അഭിനന്ദിക്കണം. എന്തൊരു വിദ്യാഭ്യാസ സമ്പ്രദായം അത്! എല്ലാം 100. എന്തെങ്കിലും സാധനം സമ്മാനം മേടിച്ചു കൊടുക്കാൻ പറ്റുമോ? എല്ലാവർക്കും 100അല്ലേ? അപ്പൊ SSLC റിസൾട്ടിന്റെ പെർസെന്റേജ് 98.6 എന്നുള്ളതൊന്നും ആൾക്കാർക്ക് അറിയില്ലല്ലേ. ഏത് മോശമായിട്ട് പറഞ്ഞാലേ, ഏത് ആദിവാസി കുഗ്രാമത്തിൽ ചെന്ന് 100 പേരെടുത്താലും 99 പേര് ജയിച്ചിട്ടുണ്ട് എന്നാണ് മലയാളം അല്ലേ? 100% കണക്കാക്കല്ലേ? അപ്പൊ ആ രൂപത്തില് നമ്മുടെ ഒരു ഭാഷൂടി ഉണ്ടല്ലോ അല്ലേ, പോയാ അതെ. അല്ല, ഉദ്ദേശം വന്നെന്ന് വെച്ചാല് ഒരുപാട് പിഴകൾ കേൾക്കേണ്ടി വന്ന രവിമാഷൊക്കെ അടക്കം ഏകദേശം ഒരു തലമുറയുടെ എന്റെ അപ്പൊ കുട്ടികൾ പറയാൻ നടക്കും കേശവന്റെ വിലാപം, M. മുകുന്ദൻ നോവല്. മാഷ എന്ത് ആ കേശവനൊന്ന് വിട്ടു തന്നെ, മാഷ പിന്നാലെ നടക്കുക. മാഷ നാവിൻ തുമ്പിൽ നിന്നും അടർന്നു വീഴുന്ന വാക്കുകൾ തങ്ങളുടെ വൈകാരിക സാമ്രാജ്യത്തിലെങ്കിലും ഉപകരിക്കും എന്ന സത്യസന്ധമായ ബോധത്തോടും ധാരണയോടും കൂടി നടക്കുന്ന പയ്യനാ ഒന്ന് വിട്ടുതരാൻ പറയണേ. എനിക്ക് രമേശ് ചെന്നിത്തല, ആദരണീയനായ രമേശ് ചെന്നിത്തല, കാരണം കുട്ടിയാകുമ്പോ കോളേജിൽ വന്നിട്ടുണ്ട്. അപ്പൊ വ്യക്തിപരല്ല എങ്കിലും ഞാൻ പറയാ, അന്ന് എന്തായിരുന്നു ഞാൻ ഉള്ളത്. അപ്പൊ അന്ന് കുട്ടികളുടെ തോളിൽ കൈയിട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ചായ മേടിച്ചു കൊടുക്കും, മസാല. ദാരിദ്ര്യമുള്ളൊരു സ്ഥലമാണ് ഈ നാട്ടിക്ക്. കുട്ടികൾ പറ്റേ നിൽക്കും. അപ്പൊ അത് കഴിഞ്ഞ് നമ്മുടെ കാശൊക്കെ ചെന്നിട്ട് വീട്ടിൽ ചെന്ന് ഷർട്ട് അടിച്ചിടുമ്പോ പെണ്ണ് വന്നത് നോക്കുമ്പോ അവൾക്ക് വിഷമായി. കാശ് കുട്ടികൾക്ക് കൊടുത്തത്. അപ്പോഴാണ് മറ്റേ കാര്യം, മറ്റുള്ളവന്റെ കുട്ടികളെ സ്നേഹിക്കാത്ത ഒരാളും സ്വന്തം കുട്ടികളെ സ്നേഹിക്കില്ല. എന്തിനു പറയേ?
അപ്പൊ കാര്യം പറയല്ല. ആ അപ്പൊ ഇന്നും ഇല്ലല്ലോ 5 പൈസ എന്ന് പറയും. അല്ല, നമ്മള് ഗൗരവമുള്ള കാര്യം തന്നെ അത്യാവശ്യം സഹിഷ്ണുതയോടും സ്നേഹത്തോടും ഒക്കെ കൂടിയിട്ട് പറയാലോ. വല്ലപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ല, MT വസുദേവർ പറഞ്ഞപ്പോ പറഞ്ഞു, ഇന്നലെ ടീച്ചറത് വല്ലപ്പോഴും ഒന്ന് ചിരിക്കൂ. ചിരി മനുഷ്യന്റെ ഒരു അത്ഭുത സിദ്ധിയാണ്. അടിവരയിടണ്ടല്ലോ, മുഖം വീർപ്പിച്ചിരിക്കുക. ലോകം നമ്മുടെ തലയെ കൂടിയല്ലേ. അല്ല, ഞാൻ നീട്ടുന്നൊന്നുമില്ല. ഇല്ല, സമയണ്ട. വളരെ വേഗം പറഞ്ഞു പോയില്ലേ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ. അപ്പോ മാഷ് പിള്ളേരുടെ തോളിൽ കൂടെ കൈയിട്ട് നടക്കും അല്ലേ എന്ന ആരോപണം കേട്ട് 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 മടുത്തു. അപ്പൊ രവിമാഷ്കൊക്കെ ഏകദേശം അറിയാവുന്നതാണ്. ആണ് ഞാൻ ആദ്യം രവിമാഷ അന്വേഷിച്ചു. അതിന് പല ആൾക്കാർ MP-മാരായി, ഒരുപാട് ആൾക്കാർ MLA-മാരായി. ഇവിടെ തന്നെ 3 വട്ടമൊക്കെ തന്നെ വന്നിരുന്ന് സംസാരിച്ചിട്ട് ഈ സഭയുടെ സ്തുത്യർഹമായ അഭിനന്ദനം ഏറ്റുവാങ്ങിയ, വെറുതെ പറയാനാണ് കേട്ടോ അലങ്കാരം. പ്രതാപൻ ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നവരാ. ഇവിടെ രാജേഷ് തുടങ്ങി കുറെ ആൾക്കാർ. അപ്പോ നമ്മൾ ഈ പാഠപുസ്തകത്തിൽ നിന്നും വിഭിന്നമായിട്ട് സിൽവിയ ആഷ്ടറുടെ ഒരു പുസ്തകം ഉണ്ടല്ലോ, ടീച്ചർ. ആ ടീച്ചർ എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്, കുട്ടികളിപ്പോ എന്തെങ്കിലും വെള്ളം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മള് അല്ലെങ്കിൽ ചൂരിലെടുത്തു, ടീച്ചർ ഉടൻ തന്നെ റൂമിന്റെ ഒരു മുക്കിയിൽ പോയിട്ട് അവിടെ എടുത്തു വെച്ചിരിക്കുന്ന വയലിൽ എടുത്തുകൊണ്ട് ബീത്തോവന്റെ പാത്തോസ് ഒന്ന് വായിക്കും. കുട്ടികൾ ഉണ്ടാണ്ടിരിക്കും. എങ്ങനെയാ കുട്ടികളുടെ അച്ചടക്കം ഉണ്ടാക്കേണ്ടതെന്നുള്ള പുതിയ വിദ്യ TTC നമ്മുടെ BEd ഒക്കെ ഉണ്ട്. അതിന്റെ സിലബസ് ഒക്കെ യൂറോപ്യൻസിന്റെ ഹാങ് ഓവറിൽ കിടന്ന് ശ്വാസം മുട്ടണം. അതൊക്കെ ഒരു 3-ാം ലോക രാജ്യമായ കേരളത്തിലെ കുട്ടികളെ ഏതു രൂപത്തിൽ പഠിപ്പിക്കണമെന്നുള്ളത് കേരളത്തിൽ വളർന്ന്, കേരളത്തിൽ പഠിച്ച്, കേരളത്തിൽ ബിരുദം നേടി, കേരളത്തിൽ ബിരുദാനന്തര ബിരുദം നേടി, ഇപ്പൊ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് ഉണ്ടല്ലോ, അതും കഴിഞ്ഞിട്ടുള്ള മനുഷ്യന്മാരുടെ ഹൃദയത്തിൽ നിന്ന് സ്വാഭാവികമായിട്ട് പുറത്തേക്ക് ചാടുന്ന വാക്കുകളിലെ വൈകാരിക പ്രപഞ്ചമാണ് കുട്ടികളെയും മനുഷ്യരെയും മുന്നോട്ട് നയിക്കുക. അതിനുവേണ്ടിയുള്ള വിദ്യാഭ്യാസ പദ്ധതി ആസൂത്രണം ചെയ്യണമെന്ന വിനീതമായ ഇപ്പൊ തന്നെ കൂടിപ്പോയ അതിക്രമത്തിന്റെ ഭാഷ ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.